പേപ്പർ സ്ക്വയറായിട്ട് മുറിച്ചു. എന്നിട്ടത് ട്രയാങ്കിളാക്കി മാറ്റാം. നന്നായിട്ട് ഫോൾഡ് ചെയ്യണം. ഫോൾഡിങ്ങിലാണ് കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് മടക്കാം. ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഈ കാണുന്ന പോലെ പിടിച്ച് നമ്മളതൊന്ന് വേറൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മാറ്റാം. യെസ്, ഇത് ഇവിടുന്ന് അങ്ങോട്ടും അതേപോലെ തിരിച്ച് വെക്കാം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങോട്ടും നമ്മൾ വേറൊരു ട്രയാങ്കിൾ ആക്കും. ഈ ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ നമ്മുടെ ചെസ്റ്റിന് നേരെ വെച്ചിട്ട് തിരിച്ച് ഫോൾഡ് ചെയ്യും. അതുപോലെ തിരിച്ചും വച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കൊരു സ്ക്വയർ ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഈ സ്ക്വയർ ഷേപ്പ് കിട്ടിയതിന് നമുക്ക് വീണ്ടും ഒന്നും കൂടി മടക്കാം. ഇതിൻ്റെ ഒരു ചെറിയൊരു ഹോളുള്ള ഭാഗം ഉണ്ടാവും. ആ ഹോളുള്ള ഭാഗം നമ്മുടെ ചെസ്റ്റിന് നേരെ വെച്ച് വീണ്ടും അതൊന്നുകൂടി ഫോൾഡ് ചെയ്ത് ചെറുതാക്കാം. അതേപോലെ 4 സൈഡും നമുക്ക് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ചെറുതാക്കണം. ഇങ്ങനെ 4 ഭാഗവും ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു സൈഡത്തെ ഹോളിലേക്ക് മറ്റേ സൈഡ് കയറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു ഹോള് കാണാം. നമുക്ക് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ നമുക്ക് കയറ്റി വെക്കാം. ഒരു ഭാഗം ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി വെക്കാം. യെസ്, അതേപോലെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ഇതേപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ഈ 2 സൈഡ് ഹോള് പിടിച്ച് സെൻറ്ററിലൂടെ നമുക്ക് ഊതി കൊടുക്കാം. ആ ചെറിയ ഹോളുള്ള ഭാഗം എന്ന് പറഞ്ഞില്ല, അതിലൂടെ നമുക്ക് ഊതി കൊടുക്കാം. യെസ്, ഊതി കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ലോട്ടസ് ഇങ്ങനെ വിരിഞ്ഞ് വരും. നമുക്ക് ഇനി നമുക്ക് കൈകൾ കൊണ്ട് ഇതിൻ്റെ ദളങ്ങളൊന്ന് വിരിച്ചു കൊടുക്കാം. ഏകദേശം നമ്മുടെ ലോട്ടസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് ഒരു തണ്ട് റെഡിയാക്കാനുണ്ട്.